हरि ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यदोन्मयादितरतश्चार्तेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मप्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सताम् वेद्यं वास्तवमत्र वस्तु शिवतं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यते यत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं बलं सुगमुखादमृतद्रवसंयुतम् पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुम् उपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्माय चेते यदमुषु पूरुषः। भुङ्क्ते गुणान् षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജ്ഞാനഗംഗ തൃതീയ സ്കന്ധം 23-ാം അധ്യായം 48 ശ്ലോകം വരെ ഇന്നലെ പറഞ്ഞു. ഇന്ന് അവസാന ഭാഗം 49 മുതൽ 57 വരെയുള്ള ശ്ലോകങ്ങളും തുടർന്ന് അടുത്ത അധ്യായത്തിലേക്ക് 24-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ എടുത്ത ഭാഗം എന്ന് വായിക്കാം. 30-ാം ശ്ലോകം മുതൽക്ക്. ഇന്നലെ 30 മുതൽ 48 വരെയാണ് പറഞ്ഞത്. ബാക്കി ഇന്ന് തുടർന്നും വായിക്കാം. അധ്യായം അവസാനം വരെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീമദ് ഭാഗവതേ തൃതീയ സ്കന്ധേ ത്രയോവിംശതിതമോऽധ്യായഃ. മൈത്രേയ ഉവാച. 30-ാം ശ്ലോകം. അഥാദർശ്യേ സ്വമാത്മാനം സൃഗ്വിണം വിരജാംബരം. വിരജം കൃതസ്വസ്ത്യയനം കന്യാഭിർബഹുമാനിതം. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം. നിഷ്കഗ്രീവം വിലയിനം കുജൽ കാഞ്ചനനോപുരം. ശ്രോണ്യോരദ്യസ്തയാ കാഞ്ചാ കാഞ്ചന്യാ ബഹുരത്നയാ. ഹാരേണ ച മഹാർഹേണ രുചകേന ച ഭൂഷിതം. സുദദാ സുബ്രുവാ ശ്ലക്ഷ്ണസ്നിഗ്ധാഭംഗേന ചക്ഷുഷാ. പദ്മകോശസ്പൃദാ നീലൈർ അളകൈശ്ചലസന്മുഖം. യഥാ സസ്മാര ഋഷഭം ഋഷീണാം ദൈതം പതിം. തത്ര ചാസ്തേ സഹസ്ത്രീഭിഃ യത്രാസ്തേ സ പ്രജാപതിഃ. ഭർത്തുഃ പുരസ്താദാത്മാനം സ്ത്രീസഹസ്രവൃതം തദാ. നിശാമ്യ തദ്യോഗഗതിം സംശയം പ്രത്യപദ്യത. സതാം കൃതമലസ്നാനം വിഭ്രാജന്തീം അപൂർവവത്. ആത്മനോ ബിഭ്രതീം രൂപം സംവീതരുചിരസ്തനീം. വിദ്യാധരീ സഹസ്രേണ സേവ്യമാനാം സുവാസസം. ജാതഭാവോ വിമാനം തത് ആരോഹയത് അമിത്രഹൻ. തസ്മിൻ അലുപ്തമഹിമാ പ്രിയയാനുരക്തോ. വിദ്യാധരീഭിർ ഉപചീർണവപുർവിമാനെ. ബഭ്രാജ ഉത്കച കുമുദ്ഗണവാൻ അപീച്യഃ. താരാഭിരാവൃത ഇവോടുപതിർനഭസ്തഃ. തേന അഷ്ടലോകപവിഹാരകുലാചലേന്ദ്രദ്രോണീഷു. അനംഗസഖമാരുതസൗഭഗാസു. സിദ്ധൈർനുതോ ദ്യുതുനിപാത ശിവസ്വനാസു. രേമേ ചിരം ധനധവത് ലലനാവരൂധീ. വൈശ്രംഭകേ സുരസനേ നന്ദനേ പുഷ്പഭദ്രകേ. മാനസേ ചൈത്രരഥ്യേ ച സരേമേ രാമയാ രതഃ. ഭ്രാജിഷ്ണുനാ വിമാനേന കാമകേന മഹീയസാ. വൈമാനികാൻ അത്യശേത ചരൻ ലോകാൻ യഥാനിലഃ. കിം ദുരാപാദനം തേഷാം പുംസാം ഉദ്ദാമചേതസാം. യൈരാശ്രിതസ്തീർത്ഥപദഃ ചരണോ വ്യസനാത്യയഃ. പ്രേക്ഷയിത്വാ ഭുവോഗോളം പത്ന്യൈ യാവാൻ സ്വസംസ്ഥയാ. ബഹ്വാശ്ചര്യം മഹായോഗി സ്വാശ്രമായന്യവർത്തത. വിഭജ്യ നവധാത്മാനം മാനവീം സുരതോത്സുകാം. രാമാം നിരമയൻ രേമേ വർഷപൂഗാൻ മുഹൂർത്തവത്. തസ്മിൻ വിമാന ഉത്കൃഷ്ടാം ശയ്യാം ഹൃദിഗരീം ശ്രിതാ.
ന ചാബുദ്ധ്യതം കാലം പത്യാപീച്യേന സംഗത ഏവം യോഗാനുഭാവേന ദമ്പത്യോരമമാണയോഃ ശതം വ്യതീയുഃ ശരദഃ കാമലാലസയോർമനാക് തസ്യാം ആദത്തരേതസ്താം ഭാവയന്നാത്മനാത്മവിത് നോധാവിദായ രൂപം സ്വം സർവസങ്കൽപ്പവിദ് വിഭുഃ അതഃ സാ സുഷുവേ സദ്യോ ദേവഹൂതിഃ സ്ത്രിയഃ പ്രജാഃ സർവാസ്താശ്ചാരു സർവാംഗ്യോ ലോഹിതോൽപലഗന്ധയഃ പതിം സാ പ്രവ്രജിഷ്യന്തം തദാ ലക്ഷ്യോഷതി സതി സ്മയമാനാ വിക്ലവേന ഹൃദയേന വിദൂയത ലിഖന്യതോമുഖീ ഭൂമിം പദാനഗമണിശ്രിയ ഉവാച ലളിതാം വാചം നിരുദ്യാശ്രുകലാം ശനൈഃ ദേവഹൂതിരുവാച സർവം തദ്ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അദാവിമേ പ്രപന്നായാഃ അഭയം ദാതുമർഹസി ബ്രഹ്മൻ ദുഹിതൃഭിസ്തുഭ്യം വിമൃഗ്യാഃ പതയഃ സമാഃ കശ്ചിത് സ്യാന്മേ വിശോകായ ത്വയി പ്രവ്രജിതേ വനം ഏതാവതാലം കാലേന വ്യതിക്രാന്തേന മേ പ്രഭോ ഇന്ദ്രിയാർത്ഥപ്രസംഗേന പരിത്യക്തപരാത്മനഃ ഇന്ദ്രിയാർത്ഥേഷു സജ്ജന്ത്യാഃ പ്രസംഗസ്ത്വയി മേ കൃതഃ അജാനന്ദ്യാപരം ഭാവം തഥാപി അസ്തു അഭയായ മേ സംഗോയൽ സംസൃതേർഹേതുഃ അസത്സു വിഹിതോ അധിയാ സയേവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പത്തെ നേഹയത് കർമ്മധർമായ ന വിരാഗായ കൽപ്പത്തെ ന തീർത്ഥപദസേവായൈ ജീവന്നപി മൃതോ ഹി സഹ സാഹം ഭഗവതോ നൂനം വഞ്ചിതാ മായയാ ദൃഢം യത്വാം വിമുക്തിതം പ്രാപ്യ ന മുമുക്ഷേയ ബന്ധനാത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലേയോപാഖ്യാനേ ത്രയോവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഭാഗവതം തൃതീയ സ്കന്ധം 23-ാം അധ്യായം. ഇന്നലെ കണ്ടത് 30 മുതൽ 48 വരെയുള്ള 19 ശ്ലോകങ്ങളാണ്. ഈ അധ്യായം കർദമ ദേവഹൂതി ദാമ്പത്യ വർണ്ണനയാണ്. ആദ്യ ഭാഗത്ത് ദേവഹൂതിയുടെ പതിവ്രതാധർമ്മത്തെ വർണ്ണിച്ച ശേഷം അതിൽ പ്രീതനായിട്ടുള്ള കർദമ പ്രജാപതി സന്തോഷിച്ച് ദേവഹൂതിയെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചതും അതിനായിക്കൊണ്ട് സങ്കൽപ്പിച്ച് ദേവഹൂതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു ഗംഭീരമായിട്ടുള്ള വിമാനം നിർമ്മിച്ചു. വാസസ്ഥാനമായിട്ട് എല്ലാ ലോകങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കുവാനും ക്രീഡിക്കുവാനുമുള്ള എല്ലാ വസതികളോടും കൂടിയതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള 7 നിലയുള്ള ഒരു വിമാനം മാനസ സങ്കല്പത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നത്, കാമകം എന്ന് പറഞ്ഞു. അതിൻ്റെ ഉടമസ്ഥൻ എന്ത് കാമിക്കുന്നുവോ അതിനനുസരിച്ച് ഗമിക്കുന്നതും അതിലിരിക്കുന്നവർ എന്ത് ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നൽകാൻ കഴിവുള്ള ഒരു കാമധേനുവും കൂടിയായിരുന്നു അതിഗംഭീരമായിട്ടുള്ള ആ വിമാനം. പക്ഷെ ആ വിമാനത്തെ കണ്ടിട്ടും ദേവിക്ക് സന്തോഷമായില്ല. എന്തുകൊണ്ട്? ദേവിയുടെ ശരീരം വളരെയധികം ക്ഷീണിച്ചതായിരുന്നു. അപ്പോൾ കർദമൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ പറഞ്ഞു, ആ സരസ്സിൽ മുങ്ങിയിട്ട് വരൂ. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള സരസ്സാണ്, സങ്കല്പിക്കുന്നതെല്ലാം സാധിച്ചു തരുന്നതാണ് ആ സരസ്. ആ സരസ്സിൽ മുഴുകിയിട്ട് വരൂ എന്ന് പറഞ്ഞ്
ദേവിയോട് പറഞ്ഞപ്പോൾ ദേവി ആ സരസിൽ ചെന്ന് മുങ്ങുന്നതും അവിടെ 1000 ദാസിമാർ, വിദ്യാധര സ്ത്രീകളോ മറ്റോ, സുന്ദരികളായിട്ടുള്ള കുമാരികളുടെ പ്രായമുള്ള, കൈശോരപ്രായമുള്ളതായിട്ടുള്ള സുന്ദരികൾ കിങ്കരികളായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ദേവിയെ ശുശ്രൂഷിക്കുന്നതും ദേവിയെ നല്ല വിശേഷമായ ദ്രവ്യങ്ങളെ കൊണ്ട് കുളിപ്പിച്ചതും അത് കഴിഞ്ഞ് കരയ്ക്ക് കയറിയതായിട്ടുള്ള ദേവിയെ വിവിധ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചതും എല്ലാം വർണ്ണിച്ചു. അതിനുശേഷം ഇന്നലെ നമ്മൾ കണ്ടതായിട്ടുള്ള ഭാഗം ദേവി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നതാണ്. ആദർശേ സ്വമാത്മാനം സൃഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്തേനം കന്യാഭിർ ബഹുമാനിതം, ആ ഭാഗമാണ് വായിച്ചത്. അപ്പോൾ ആ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് തൻ്റെ ശരീരം നോക്കി, തൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നോക്കി വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ തനിക്ക് ആത്മവിശ്വാസമായപ്പോൾ തൻ്റെ ഭർത്താവിനെ സ്മരിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി ദാസിമാരോടുകൂടി സേവിച്ച് നിൽക്കുന്നതായിട്ടുള്ള കർദമ പ്രജാപതിയുടെ മുമ്പിലേക്ക് എത്തി. അങ്ങനെ ആ ഭർത്താവിൻ്റെ ഐശ്വര്യത്തെ, അദ്ദേഹത്തിൻ്റെ യോഗസിദ്ധികളെക്കുറിച്ചെല്ലാം ഒരു സംശയമുണ്ടായി എന്ന് പറഞ്ഞു. സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ താൻ അനുഭവിക്കുന്നതെല്ലാം സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നുള്ള സംശയം. തനിക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത അത്രയും അതിശയിപ്പിക്കുന്ന ഭോഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നർത്ഥം. അങ്ങനെ മനോഹരിയായിരിക്കുന്ന, സുന്ദരിയായിരിക്കുന്ന ആ ദേവിയെയും കൂട്ടിക്കൊണ്ട് കർദമ പ്രജാപതി ആ രഥത്തിലേക്ക്, വിമാനത്തിലേക്ക് കയറിയെന്നും ആ 1000 വിദ്യാധരികളോടുകൂടെ സേവിക്കപ്പെട്ടുകൊണ്ട് കയറി. അവിടെ വെച്ച് കർദമനും മനസ്സിൽ അവളോടുകൂടി രമിക്കുവാനുള്ളതായിട്ടുള്ള കാമം, ആഗ്രഹമുണ്ടായി എന്നും പറഞ്ഞു. അങ്ങനെ അനേക സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് ഈ വിമാനത്തിൽ, ആകാശത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള കർദമനെ രോഹിണിയോടുകൂടി ശോഭിക്കുന്ന, മറ്റ് നക്ഷത്രങ്ങളോടുകൂടി ശോഭിക്കുന്നതായിട്ടുള്ള ചന്ദ്രനെ പോലെ കാണപ്പെട്ടു എന്ന് 38ാമത്തെ ശ്ലോകത്തിൽ വളരെ മനോഹരമായി വർണ്ണിച്ചു. അതുപോലെ അഷ്ടദിക്പാലകന്മാരുടെ പ്രത്യേക വിഹാരസ്ഥാനങ്ങളായിട്ടുള്ള ഹിമാലയത്തിലെ ഗുഹകളിലും താഴ്വരകളിലും ഗംഗാനദിയുടെ തീരത്തും മറ്റുമെല്ലാം സിദ്ധന്മാരാലെല്ലാം സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഗംഗയുടെ കളകള ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള ആ സ്ഥാനങ്ങളിൽ കുബേരൻ എങ്ങനെയാണോ തൻ്റെ പത്നിമാരുമായി രമിക്കുന്നത്, അതുപോലെ സ്ത്രീ സമൂഹത്തോടുകൂടിയവനായിട്ടുള്ള കർദമ പ്രജാപതി ആ ദേവിയോടുകൂടി വിവിധങ്ങളായ ക്രീഡകൾ ചെയ്ത് സന്തോഷിച്ചു. എവിടെയൊക്കെ പോയി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വൈശ്രംഭകെ, സുരസനെ, നന്ദനെ, പുഷ്പഭദ്രകെ, മാനസെ, ചൈത്രരത്യേച്ച രേമേ രാമയാരഥ. ആ രാമയോടുകൂടെ അദ്ദേഹം രമിച്ചു. എവിടെയൊക്കെ ഓരോ അഷ്ടദിക്പാലകന്മാരായിട്ടുള്ള ദേവന്മാരുടെ ഓരോരുത്തരുടെയും പ്രത്യേകം ഉദ്യാനങ്ങളിൽ ചെന്ന് രമിച്ചു. അദ്ദേഹത്തിന്റെ വിമാനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം മറ്റു വൈമാനികന്മാരായ ദേവഗന്ധർവന്മാരെ എല്ലാവരെയും അതിശയിച്ചു. അവർക്ക് പോലും ദുർലഭമായിട്ടുള്ള ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വായുവിനെ പോലെ സ്വച്ഛന്തം അദ്ദേഹം സഞ്ചരിച്ചു എന്ന് 41ാം ശ്ലോകത്തിലും അതിന് ന്യായീകരിച്ചുകൊണ്ട് 42ാം ശ്ലോകത്തിൽ ഭഗവാനെ ആശ്രയിച്ചവർക്ക്, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചവർക്ക് എന്തിനാണ് വിഷമം, എന്ത് സാധിക്കാനാണ് വിഷമം, അവർക്കൊന്നും സമ്പാദിക്കാൻ വിഷമമില്ല എന്നുള്ള ആശയം പറഞ്ഞു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയെ ഗോളമായിട്ട് കാണിച്ചു കൊടുത്തു. വിമാനത്തിൽ പോകുന്ന കർദമൻ തൻ്റെ കൂടെ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ആ ദേവഹൂതി ദേവിക്ക് താഴെ ഭുവോ ഗോളം പ്രേക്ഷയിത്വ, ഭൂമിയെ ഗോളരൂപത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഭൂമി ഗോളമായിരുന്നു എന്ന് അന്നേ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചതിനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചു.
എന്തെല്ലാമാണോ ആ ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളുമൊക്കെ ഉള്ളത്, അതിനെയൊക്കെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ആശ്ചര്യമായിട്ടുള്ള ആ ഭൂമിയെ. എന്നിട്ട് അവസാനം തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അവിടെ വന്ന് തൻ്റെ ശരീരത്തെ 9 തീർത്ത് തൻ്റെ പത്നിയെ സന്തോഷിപ്പിച്ചു. അങ്ങനെ അനേക വർഷങ്ങൾ മുഹൂർത്തം പോലെ കഴിച്ചുകൂട്ടി. ആ വിമാനത്തിലെ ഉത്കൃഷ്ടമായ ശയ്യയിൽ ആനന്ദത്തോടുകൂടി കഴിഞ്ഞതായിട്ടുള്ള ആ കാലം, ഭർത്താവിനോടുകൂടി കഴിഞ്ഞതായിട്ടുള്ള കാലം ആ ദേവഹൂതി ദേവി അറിഞ്ഞതേയില്ല എത്ര കാലം കഴിഞ്ഞുപോയി എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യോഗാനുഭാവം കൊണ്ട് ദമ്പതികൾ രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരദഃ ശതം വ്യതീയും, 100 ശരത്കാലങ്ങൾ കടന്നുപോയി എന്നാണ്. 100 സംവത്സരങ്ങൾ കടന്നുപോയി. അവർ കാമലാലസരായിരുന്നു. എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുന്നതിൽ ആനന്ദത്തോടുകൂടി കഴിയുകയായിരുന്നു. അതുകൊണ്ട് മനാഖ്, അല്പം പോലെ കഴിഞ്ഞുപോയി ഈ 100 വർഷങ്ങൾ. ചെറിയൊരു കാലം പോലെ, നിമിഷം പോലെ കടന്നുപോയി എന്നർത്ഥം. അങ്ങനെ ഇരിക്കെ അവളിൽ ഈ കർദമ പ്രജാപതി തൻ്റെ രേതസ്സിനെ ആദാനം ചെയ്തു, തൻ്റെ വീര്യത്തെ പ്രദാനം ചെയ്തു. തൻ്റെ 9 രൂപങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് എല്ലാവരുടെയും സങ്കല്പങ്ങൾ അറിയാം. സർവസങ്കല്പവിദ് വിഭുഹു. അപ്പോൾ മറ്റ് പ്രജാപതിമാരെല്ലാം വിവാഹിതരാവാൻ കാത്തിരിക്കുകയാണ്. ബ്രഹ്മദേവൻ അതിനു വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവരെയൊക്കെ വിവാഹം കഴിപ്പിക്കാൻ. അപ്പോൾ എല്ലാവരുടെയും മനസ്സറിയുന്നതായിട്ടുള്ള കർദമ പ്രജാപതി തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് വിവാഹത്തിനായി കൊണ്ടുള്ള കന്യകമാരെ സങ്കല്പിച്ചുകൊണ്ട് താൻ തന്നെ അവരെ പുത്രിമാരായിട്ട് ജനിപ്പിക്കുകയാണ് ഇവിടെ. അതസ്സാ സുഷുവേ സദ്യോ ദേവഹൂതി സ്ത്രിയഃ പ്രജാഃ സർവാസ്താചാരു സർവാംഗ്യോ ലോഹിതോൽപലഗന്ധയഃ. അങ്ങനെ വീര്യം സ്വീകരിച്ചവളായിട്ടുള്ള സാ ദേവഹൂതി സദ്യഃ, ഉടനെ തന്നെ സ്ത്രീയഃ പ്രജാഃ സുഷുവേ, സ്ത്രീ സന്താനങ്ങളെ പ്രസവിച്ചു. താഹ സർവാചാരു സർവാംഗ്യഃ, അവരെല്ലാവരും വളരെ മനോഹരികളായിരുന്നു. ലോഹിത ഉൽപ്പലഗന്ധയഃ, താമരപ്പൂവിൻ്റെ ചെന്താമരപ്പൂവിൻ്റെ ഗന്ധമുള്ളവരായിരുന്നു അവർ. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ 9 കന്യകമാരെ പ്രസവിച്ചു ദേവഹൂതി ദേവി. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. പതിം സാ പ്രവ്രജിഷ്യന്തം തദാലക്ഷ്യോഷതി സതി സ്മയമാന വിക്ലവേന ഹൃദയേന വിദൂയത ലിഗന്ധ്യതോമുഖീ ഭൂമിം പദാനഗമണിശ്രിയ ഉവാച ലളിതാം വാചം നിരുദ്യാശ്രുകലാം ശനൈഃ. പതിം സാ പ്രവ്രജഷ്യന്തം തദാ ആലക്ഷ്യ ഉശതീ സതി. തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 9 കന്യകമാരുണ്ടായി, അവർ വളർന്നു വന്നപ്പോൾ. സാ എന്ന് പറഞ്ഞാൽ അവൾ, ദേവഹൂതി ദേവി. ഉശതീ സതി എന്ന് പറഞ്ഞാൽ, ഉശതീ എന്ന് പറഞ്ഞാൽ നല്ല പരിശുദ്ധമായ സ്വഭാവത്തോടു കൂടിയവൾ, പാതിവ്രത്യ ധർമ്മത്തോടു കൂടിയവൾ, സതിയാണവൾ, സദാചാര നിരതയാണവൾ. അങ്ങനെയുള്ള ആ ദേവി, ദേവഹൂതി ദേവി, പതിം പ്രവ്രജഷ്യന്തം ആലക്ഷ്യ, തൻ്റെ ഭർത്താവ് പ്രവ്രജഷ്യന്തം എന്ന് പറഞ്ഞാലോ പ്രവ്രാജനം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനായിട്ട്, പരിവ്രാജകനായി സന്യാസിയായി പോകാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛ, അദ്ദേഹം ഒരുങ്ങുകയാണ് അതിന്. അദ്ദേഹം സൂചനകൾ കൊടുത്തു ഭാര്യയ്ക്ക്. അതെ, ഞാൻ വിവാഹ സമയത്ത് അച്ഛനോട് പറഞ്ഞിരുന്നു വ്യവസ്ഥ, നമുക്ക് സന്തതികളുണ്ടായാൽ ഞാൻ പരിവ്രാജക ധർമ്മം സ്വീകരിക്കുമെന്ന്. ഇപ്പോൾ അതിനുള്ള സമയമായി എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ പ്രവ്രാജനം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അതാണ് പ്രവ്രജിഷ്യന്തം, പരിവ്രജിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ടുള്ള ആ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ട് സ്മയമാന എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുന്നവളെന്നും പറയാം, പുഞ്ചിരിക്കുന്നവളെന്നും പറയാം. ഇവിടെ തൻ്റെ ഉള്ളിലുള്ള ഭയവും ദുഃഖവും അടക്കിക്കൊണ്ട് പുറമേ ചിരിച്ചുകൊണ്ട്, അതുപോലെ ഭർത്താവിൻ്റെ തപോനിഷ്ഠയിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ സ്മയമാനയായിട്ടുള്ള ആ ദേവി വിക്ലവേന വിദൂയത ഹൃദയേന ഉപലക്ഷിത,
വിക്ലവം എന്ന് പറഞ്ഞാൽ വൈക്ലഭ്യം, പാരവശ്യം എന്ന് പറയാം. വല്ലാത്തൊരു പാരവശ്യം ദേവിയെ ബാധിക്കുകയാണ്. ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണ്. ഇനി തനിക്ക് ഈ മഹാനുഭാവന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവുകയില്ല. അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചു പോയാൽ താൻ പിന്നെ ഈ പെൺകുട്ടികളുമായിട്ട് തനിയെയാണ് ഈ ആശ്രമവാടത്തിൽ. അപ്പോൾ ഈ പെൺകുട്ടികളെയും വെച്ച് താൻ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ശങ്ക ഉള്ളിലുണ്ടാവും. അതാണ് പാരവശ്യമുണ്ടായത്. വിക്ലവേന വിദൂയത ഹൃദയേന ഉപലക്ഷിത. വിദൂയത പീഡിതയായ ദുഃഖിക്കുന്നതായിട്ടുള്ള മനസ്സോട് കൂടിയവളായിട്ട്, ഹൃദയേന ഉപലക്ഷിത അങ്ങനെ കാണപ്പെട്ടവളായിട്ട് പരവശയായി ദുഃഖിതയായിക്കൊണ്ട് എന്ത് ചെയ്തു? നഖമണിശ്രിയ ഭൂമിം ലിഖന്തി. നഖമണി എന്ന് പറഞ്ഞാൽ നഖമാകുന്ന രത്നം, അതിന്റെ ശ്രീ കൊണ്ട്, കാന്തി കൊണ്ട് ഭുവം ലിഖന്തി, ഭൂമിയും ലിഖന്തി, ഭൂമിയെ പാദം കൊണ്ട്, നഖം കൊണ്ട് ലേഖനം ചെയ്യുകയാണ്. എന്ന് വെച്ചാലോ, ലജ്ജയുള്ള സ്ത്രീകൾ താഴേക്ക് നോക്കി തലതാഴ്ത്തി നിന്നുകൊണ്ട് കാൽ വിരലുകൾ കൊണ്ട് ഭൂമിയിൽ ചിത്രം വരയ്ക്കും, അല്ലെ? നഖം കൊണ്ട് ചിത്രം വരയ്ക്കും. അത് ചെയ്തുകൊണ്ട് എന്നാണ് പറയുന്നത്. നഖമണിശ്രിയാപദാ ഭൂമിം ലിഖന്തി. ആ നഖരത്നങ്ങളാകുന്ന കാന്തിയോടുകൂടിയ പാദം കൊണ്ട് ഭൂമിയിൽ വരയ്ക്കുന്നവളായിട്ട്, ഭൂമിയിൽ ലേഖനം ചെയ്യുന്നവളായിക്കൊണ്ട്, തലതാഴ്ത്തി ലജ്ജ അവതരിപ്പിച്ചുകൊണ്ട്, അധോമുഖി തലതാഴ്ത്തിയവളായിട്ട്, അധോമുഖിയായിട്ട് മുഖം താഴോട്ടാക്കിക്കൊണ്ട്, അശ്രുകലാം ശനൈഹി നിരുദ്യ കണ്ണുനീർ ധാരയെ പതുക്കെ തടഞ്ഞു വെച്ചിട്ട്, കരച്ചിൽ വരുന്നുണ്ട്, പൊട്ടി വരുന്നുണ്ട് കരച്ചിൽ, അതിനെ തടഞ്ഞുകൊണ്ട്, ശനൈഹി നിരുദ്യ പതുക്കെ തടഞ്ഞുകൊണ്ട്, ലളിതാം വാചം ഉവാച ലളിതമായ മനോഹരമായ സ്ട്രെയിറ്റായ നേരെയുള്ളതായിട്ടുള്ള അർത്ഥമാണ് ഭർത്താവിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതായിട്ടുള്ള വാക്കുകളെ ഉവാച പറഞ്ഞു. അപ്പൊ തനിക്ക് പറയാനുള്ളത് ഭർത്താവിനോട് ഇതാ പറയുകയാണ്. ലജ്ജയോടും ദൈന്യത്തോടും സങ്കടത്തോടും കണ്ണുനീർ വാർത്തുകൊണ്ടും എന്നാൽ സംയമനം പാലിച്ചുകൊണ്ടും കണ്ണുനീരിനെ അടക്കിക്കൊണ്ട് ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുകയാണ്. പതിം സാ പ്രവ്രജിഷ്യന്തം തദാലക്ഷ്യ ഉശതി സതി സ്മയമാനാ വിക്ലവേന ഹൃദയേന വിദൂയത ലിഖന്ത്യധോമുഖീ ഭൂമിം പദാനഗമണിശ്രിയ ഉവാച ലളിതാം വാചം നിരുദ്യാശ്രുകലാം ശനൈഹി. ദേവഹൂതി എന്താ പറയണത് നോക്കാം. ദേവഹൂതിരുവാച സർവം തദ്ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അദാപി മേ പ്രപന്നായ അഭയം ദാതുമർഹസി. ദേവഹൂതിരുവാച ദേവഹൂതി പറയുകയാണ്, സർവം തൽ ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം. ഭഗവാൻ എന്ന് പറയുന്നത് ഭർത്താവിനെ തന്നെയാണ്. ഭഗവാനായ അങ്ങ്, സർവജ്ഞനായ അങ്ങ്, സർവ ഐശ്വര്യങ്ങളോടും കൂടിയവനായിട്ടുള്ള അങ്ങ്, എല്ലാ ഭഗങ്ങളും തികഞ്ഞവനായിട്ടുള്ള അങ്ങ്, സമർത്ഥനായിട്ടുള്ള അങ്ങ്, പ്രതിശ്രുതം സർവം മഹ്യം ഉപോവാഹ. പ്രതിശ്രുതം സർവം, പ്രതിശ്രുതം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്തത്, വാഗ്ദാനം ചെയ്തത് മുഴുവനും, സർവം എനിക്കായിക്കൊണ്ട് മഹ്യം എന്ന് പറഞ്ഞാൽ എനിക്കായിക്കൊണ്ട് ഉപോവാഹ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാം സാധിപ്പിച്ചു തന്നിരിക്കുന്നു. യു ഹാവ് ഫുൾഫിൽഡ് യുവർ പ്രോമിസസ് എന്നർത്ഥം. അങ്ങ് എന്തൊക്കെ പ്രോമിസ് ചെയ്തുവോ അതെല്ലാം പാലിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയിരിക്കുന്നു. പ്രതിശ്രുതം സർവം മഹ്യം ഉപോവാഹ അഥാപി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രപന്നായാഹ മേ അഭയം ദാതും അർഹസി. പ്രപന്നായാഹ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നവളായ മേ എനിക്ക് അഭയം ദാതും അർഹസി, അഭയം നൽകുവാൻ, ഭയമില്ലാത്തൊരവസ്ഥയെ നൽകുവാൻ, എനിക്ക് ശാന്തിയെ നൽകുവാൻ, സ്വസ്ഥതയെ നൽകുവാൻ അങ്ങ് അർഹസി, അങ്ങ് യോഗ്യനാകുന്നു, അങ്ങക്ക് അതിനുള്ള ഉത്തരവാദിത്വവുമുണ്ട് എന്നർത്ഥം. അർഹസി എന്നുള്ളതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാം. അങ്ങയ്ക്ക് അതിന് കഴിവുള്ളൂ,
അങ്ങ് അത് ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. എനിക്ക് അഭയം നൽകിയിട്ട് വേണം അങ്ങ് സന്യാസം പോവാൻ. അപ്പൊ ഇവിടെ ദേവി എന്ത് പറയണു? തുറന്നു പറയണു, എനിക്ക് ഭയം നീങ്ങിയിട്ടില്ല എന്ന്. എൻ്റെ ഉള്ളിലെ ഭയം നീങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം പറയാമോ? എന്നിട്ട് 9 കന്യകമാരേ ഉള്ളൂ. അവരെ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. അവരവരുടെ പാട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? ഞാൻ ആരെ ആശ്രയിക്കും? ഞാൻ ഒറ്റത്തടിയായി പോയില്ലേ? ഇതാണ് ഭയത്തിന് കാരണം. ഇത് പൊതുവെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതായിട്ടുള്ളൊരു ഭാവമാണ്. പുരുഷന്മാർക്ക് പോലും വരുന്നുണ്ടെങ്കിൽ, അല്ലേ? പല പുരുഷന്മാരും ഒറ്റയ്ക്കായി പോകുമ്പോൾ വിഷമിച്ചു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു ജ്ഞാനം ഇല്ലായ്മയാണ്. ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം ഉള്ളിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ ലോകത്തിൽ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മുടെ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരുടെ ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ ജനസംഖ്യയൊക്കെ നല്ലോണം ഉണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിലും കേരളത്തിലും നല്ലോണം ജനസംഖ്യയൊക്കെ ഉണ്ട്, ആളുകളൊക്കെ ചുറ്റുമുണ്ട്. പക്ഷെ എല്ലാവരും ഒറ്റയ്ക്കാണ്. ഒരു കാര്യം വരുമ്പോഴേ അത് അറിയുള്ളൂ, അല്ലേ? പരീക്ഷണം വരുമ്പോഴാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നിങ്ങൾക്ക് കോവിഡ് ബാധിച്ചു എന്നങ്ങോട്ട് പറഞ്ഞു നോക്കൂ, എത്ര പ്രിയപ്പെട്ടവരും ഓടി ഒളിക്കും. അവരുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്ന് പറയും. നമ്മുടെ കൂടെ നമുക്ക് ധൈര്യം തന്ന് നമുക്ക് സഹായം ചെയ്തുകൊണ്ട്, എനിക്ക് കോവിഡ് വന്നാലും പ്രശ്നമില്ല, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് നിൽക്കാൻ ഭർത്താവിന് ഭാര്യ ഉണ്ടാവോ, ഭാര്യയ്ക്ക് ഭർത്താവ് ഉണ്ടാവോ, മക്കളുണ്ടാവോ, അച്ഛനമ്മമാരുണ്ടാവോ, സഹോദരങ്ങൾ ഉണ്ടാവോ, കസിൻസ് ഉണ്ടാവോ, ഫ്രണ്ട്സ് ഉണ്ടാവോ? നല്ല വിശ്വസ്തരായിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ അവരാണ് ഉണ്ടാവുക ബാക്കിയുള്ളവരെക്കാളും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവനാണ് വലുത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളാണ് വലുത്. ഇപ്പം നമ്മുടെ കൂടെ ക്വാറന്റൈനിലിരിക്കുമ്പോൾ നമ്മുടെ കൂടെ അവരും ക്വാറന്റൈനിലിരിക്കും പോലെ ഇരുന്നാൽ അവരുടെ പ്രോജക്റ്റുകളൊക്കെ മുടങ്ങിപ്പോകും. അവരുടെ അജണ്ടകളൊന്നും നടക്കില്ല. അവരുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ആവശ്യങ്ങളുണ്ടാവും, അതിനെ മാറ്റിവെക്കേണ്ടി വരും. അപ്പം അത് മാറ്റിവെക്കാൻ ആരും തയ്യാറല്ല. സ്വന്തം ആവശ്യങ്ങൾ, സ്വന്തം പ്രയോറിറ്റികൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ സേവിക്കാൻ ആപത്ത് കാലത്ത് ആളുകൾ ചുരുക്കമായിരിക്കും. തീർത്തും ഇല്ല എന്ന് പറയുന്നില്ല കേട്ടോ, മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഭൂമിയിൽ തീരെ ഇല്ലാതായിട്ടുമില്ല. മെജോറിറ്റി ആണ് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വളരെ നല്ലവരാണ്. നമ്മുടെ ഈ പ്രഭാഷണം ദിവസവും കേൾക്കുന്ന ഭാഗവത ജ്ഞാനഗംഗയിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകളൊക്കെ പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം സഹായിക്കുന്നവരുമാണ്. ബന്ധുക്കൾക്ക് ഒരു അത്യാവശ്യം വന്നാൽ കൂടെ നിൽക്കുന്നവരാണ്. നല്ല ഉറപ്പുണ്ട്. അപ്പം നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ലോകത്ത് പൊതുവെ ഉള്ളതായിട്ടുള്ള കാര്യം. ചുറ്റും നോക്കൂ. ഭർത്താവിന് ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവും ഉണ്ടാവും. പിന്നെ ഭർത്താവിന് ജോലിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത്രയും വലിയ പദവികൾ വഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലാണ് പ്രശ്നം. ഭാര്യയെ ശുശ്രൂഷിക്കാനിരുന്നാൽ വലിയ കഷ്ടനഷ്ടങ്ങൾ സ്ഥാപനത്തിനോ അതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ ഉണ്ടാവും. വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണെങ്കിൽ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് ക്വാറന്റൈനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കോവിഡ് മാറി ആൾ വരുമ്പോഴേക്കും പ്രസ്ഥാനം പൂട്ടാറായിട്ടുണ്ടാവും മിക്കവാറും. ഏത് പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കണോ അവർ. അപ്പോൾ അതൊക്കെ നോക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്വമുള്ള പദവികളിലിരിക്കുന്നവർക്ക് എക്സംഷൻസ് കൊടുക്കണം.
നാരായണ. ഇപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ വാസ്തവത്തിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാണ്. ഇനി മറ്റൊരാൾക്ക്, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളെ സഹായിക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ പോലും സാധിച്ചു എന്ന് വരില്ല. അവർ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം, എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് വരും. മനസ്സുകൊണ്ട് ഇവിടെയുണ്ട്, പക്ഷെ ശരീരം കൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് വരും സമയത്തിന്. സാമ്പത്തികമായി നമുക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഇല്ല എന്ന് വരും. അല്ലെങ്കിൽ തൽക്കാലം കയ്യിൽ ഉണ്ടായില്ല എന്ന് വരും. എടുക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആരൊക്കെണ്ടായിട്ടും പ്രയോജനമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകാം. നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് പല പ്രമുഖരും പല ധനികന്മാരും ആരും അറ്റൻഡ് ചെയ്യാനില്ലാതെ മരിച്ചത് കണ്ടു. അവരുടെ എന്താ പറയുക, സംസ്കാര കർമ്മങ്ങൾ പോലും പങ്കെടുക്കാൻ ബന്ധുക്കൾക്ക് കഴിയാതിരുന്ന, വെറും ഇതിനു വേണ്ടി കമ്മിറ്റഡായിട്ടുള്ള സന്നദ്ധ സേവകർ മാത്രം അവരുടെ സംസ്കാര കർമ്മങ്ങൾ ചെയ്തതായിട്ടുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു. ഒരുപാട് മഹാത്മാക്കളുടെ, വലിയ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ, സിനിമാ നടന്മാർ, പാട്ടുകാർ, അല്ലേ, SP ബാലസുബ്രഹ്മണ്യത്തെ പോലെയുള്ള ആളുകൾ, നടന്മാരായിട്ടുള്ള പലരും, അതുപോലെ ബിസിനസ്സുകാരായിട്ടുള്ള പലരും, രാഷ്ട്രീയക്കാരായിട്ടുള്ള പലരും, വലിയ കേമന്മാരായിട്ടുള്ള ആളുകൾ പലരും, പണ്ഡിതന്മാരായിട്ടുള്ള പലരും ഒക്കെ മരിച്ചു. അവരെയൊന്നും അറ്റൻഡ് ചെയ്യാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ എല്ലാറ്റിനും യോഗം വേണം, എല്ലാറ്റിനും കൊടുത്തു വെക്കണം നമ്മൾ. പൂർവജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ നല്ലതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ ആപത്ത് കാലത്ത് ആരെങ്കിലും ഉണ്ടാകും. അതിപ്പോൾ ഭാര്യയാവണമെന്നോ ഭർത്താവാകണമെന്നോ മക്കളാകണമെന്നോ ബന്ധുക്കളാകണമെന്നോ ഒന്നും നിർബന്ധമില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നമ്മളെ കൈത്താങ്ങാനായിട്ട്, സഹായിക്കാനായിക്കൊണ്ട്, ശുശ്രൂഷിക്കാനായിക്കൊണ്ട് ഒക്കെ ഉണ്ടാകും. ഈ വാസ്തവം നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇന്നവർ മാത്രമേ എന്നെ സേവിക്കുള്ളൂ, ഇന്നവരാണ് എനിക്ക് പ്രിയപ്പെട്ടവർ, അവരെന്നും എൻ്റെ കൂടെ വേണം എന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല. മക്കൾ നമ്മളെ നോക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ മക്കൾ വിദേശത്താണ്, വിദൂരത്താണ്, അവർക്കിങ്ങോട്ട് എത്തിപ്പെടാൻ പോലും പറ്റില്ല. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളവർക്ക് തോന്നുമ്പോൾ വരാൻ പറ്റുമോ? ഇതിപ്പോൾ ഈ കോവിഡ് കാലം പോലെയുള്ള ലോക്ക്ഡൗൺ കാലത്ത് അങ്ങനെ തോന്നിയതുപോലെയൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ അവരവരുടേതായിട്ടുള്ള പ്രാരബ്ധങ്ങളുമായി വന്നിട്ടുള്ളതാണ്. അവരെയൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ ആവശ്യത്തിന് പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല. അത് നേരത്തെ തന്നെ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് ഉറപ്പിക്കുക, നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് ഉറപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ആപത്ത് കാലത്ത് ആരാണ് സഹായിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ ആരെങ്കിലും അയക്കും, ആരെങ്കിലും അയക്കാതിരിക്കില്ല. ഭഗവാനാണ് അയക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആരോടായിരിക്കുക? ഭഗവാനോടായിരിക്കുക. നമ്മുടെ എല്ലാ കമ്മിറ്റ്മെന്റും കണക്ഷൻസും ആശ്രയവും ഭഗവാനോടായിരിക്കുക. ആ ഭഗവാൻ തന്നെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആ ഭഗവാനിൽ വിശ്വാസവും, ഭഗവാൻ നമ്മുടെ എല്ലാമാണെന്നുള്ളതായിട്ടുള്ള ഉറച്ച ബുദ്ധിയും, ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ എന്ന് ആ ഭഗവാനിലുള്ള ഉറച്ചതായിട്ടുള്ള വിശ്വാസം, ശ്രദ്ധ, ജ്ഞാനം, അത് ഉറപ്പിക്കലാണ് വേണ്ടത്. അങ്ങനെ ഭഗവാനിൽ മുറുക്ക പിടിച്ചിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ആവലാതി ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. എവിടെ പോകുമ്പോഴും ഭഗവാൻ കൂടെയുണ്ട്, എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ കൂടെയുണ്ട്. ഏത് പാരവശ്യത്തിലും ഏതാപത്തിലും ഭഗവാൻ കൂടെയുണ്ട്. ഭഗവാൻ എനിക്ക് കൈതരാതിരിക്കുകയില്ല, എന്നെ രക്ഷിക്കാതിരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്
ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്ന ശീലം, ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായിട്ടിരിക്കുന്നത്. ആ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ പറയേണ്ട ആവശ്യം പോലും ഇല്ല. അതുപോലെ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് എൻ്റെ സ്വരൂപം. അതുകൊണ്ട് തന്നെ എനിക്ക് ജനന മരണങ്ങളോ നാശമോ ഇല്ല. വാസ്തവത്തിൽ ന ജായതേ നോ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ തത്വങ്ങളൊക്കെ അല്പമെങ്കിലും അറിഞ്ഞ് അതിൽ ഉറപ്പ് ഉണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യം ഉണ്ടാകും. ആ ധൈര്യം ഉണ്ടാകണം. അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, നമ്മുടെ ഉള്ളിലെ ആത്മസ്വരൂപനായ ഈശ്വരനെ അറിഞ്ഞ് ആശ്രയിക്കുക. ഈ ലോകം ശാശ്വതമേയല്ല. ലോകത്തിൽ ആരും ശാശ്വതമല്ല. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. ഇതിൽ നിത്യസ്വരൂപനും സുഖസ്വരൂപനുമായിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെ ഞാനിതാ ആശ്രയിക്കുന്നു എന്ന് ആ ഭഗവാനിൽ ഉള്ള ആശ്രയഭാവം അത് സത്യസന്ധമാവണം, അഭിനയമാവരുത്. ആ ഭഗവാൻ അത് സത്യസന്ധമാവണമെങ്കിൽ ഭഗവാനെ ശരിക്കും അറിയണം. കൂടുതൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് അറിയണം. ആ ഭഗവാനെ അറിയാനുള്ള വഴികളാണ് ഈ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ സത്സംഗങ്ങളെല്ലാം. ഭാഗവത പഠനമാകട്ടെ, ഭഗവത്ഗീത പഠനമാകട്ടെ, മറ്റ് ഏത് കൃതികളാവട്ടെ, എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ തത്വം അറിയാനാണ്, ഭഗവാന്റെ മഹിമ അറിയാനാണ്, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയാനാണ്, ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് അറിയാനാണ്. ഭഗവാൻ ശക്തനാണ്, സർവശക്തനാണ്. അദ്ദേഹത്തിന് നമ്മളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് 100 വഴികൾ, ഒന്നല്ല 100 വഴികൾ അദ്ദേഹം കണ്ടെത്തും. അതിനുള്ള അറിവും കഴിവും അദ്ദേഹത്തിനുണ്ട്. സർവജ്ഞനും സർവശക്തനുമാണ്, സർവവ്യാപിയുമാണ്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിൽ വന്ന് അദ്ദേഹം നമ്മെ രക്ഷിക്കും. ആ പ്രഹ്ലാദനുണ്ടായിരുന്ന വിശ്വാസം, പ്രഹ്ലാദന്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നമ്മൾ ഒന്ന് കണ്ടു പഠിക്കുക. തൻ്റെ അച്ഛൻ മഹാശക്തൻ, ലോകത്തിലെല്ലാവരെയും അടിമയെ പോലെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ആള്. ആ അച്ഛൻ്റെ മുമ്പിൽ ആ അച്ഛൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ, പീഡകൾ, പ്രഹ്ലാദനെ വധിച്ചു കളയുവാനായിക്കൊണ്ട് എന്തെല്ലാം ഉപായങ്ങൾ പ്രയോഗിച്ചുവോ, അപ്പോഴൊക്കെ കുലുങ്ങാതെ എന്നെ ഭഗവാൻ രക്ഷിക്കും, എന്നെ ഭഗവാൻ രക്ഷിക്കും, ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്നവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഭഗവാനാണ് എല്ലാവർക്കും രക്ഷ, എൻ്റെ രക്ഷ ഭഗവാനാണ്, എൻ്റെ ബലം ഭഗവാനാണ് എന്നുറച്ചുകൊണ്ട് ആ അച്ഛൻ ചോദിച്ചു, നീ എന്ത് ബലത്തിലാണ് ഈ ധിക്കാരം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അച്ഛാ, എന്റെയും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന അച്ഛൻ്റെയും ഈ ലോകത്തിലുള്ള സർവ്വബലവാന്മാരുടെയും ബലം ആ ഭഗവാനാണ്. ആ ഭഗവാൻ രക്ഷിക്കുന്നിടത്തോളം കാലം അച്ഛനെന്നല്ല ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാതെ പറഞ്ഞതാണ് പ്രഹ്ലാദൻ. അപ്പോഴാണ്, എന്നാ ശരി, ഏതൊരു ഭഗവാന്റെ ബലത്തിലാണോ നീ ഈ ധിക്കാരം പറയുന്നത്, ആ ഭഗവാൻ നിന്നെ രക്ഷിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പൊ എവിടെയാടാ നിന്റെ ഭഗവാൻ എന്ന് ചോദിച്ചപ്പോ എവിടെയാണ് ഇല്ലാത്തത് എന്നാ ചോദിച്ചത്. അതൊരു ധൈര്യം നോക്കൂ. സർവത്ര ദൃശ്യത്തെ എന്നാ പറഞ്ഞത്. എല്ലായിടത്തും ഉണ്ട് എന്റെ ഭഗവാൻ. എന്നാ ഈ തൂണിലുണ്ടോ? ഉണ്ടല്ലോ, തൂണിലുണ്ട്, ഞാൻ കാണുന്നു.
എന്നാ നോക്കട്ടെ, നിന്നെ രക്ഷിക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ തൂണിനെ ചെന്ന് പ്രഹരിച്ചതും പൊളിച്ചതും. ശക്തമായിട്ട് ആ തൂണിൽ ചെന്ന് മുഷ്ടി കൊണ്ട് ഇടിച്ചതോട് കൂടിയിട്ട് തകർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇടിച്ചതാണ്. പക്ഷേ ആ തൂണ് പിളർന്നുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത പുതിയൊരു രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി. ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഭഗവാൻ വന്നത്. അപ്പോൾ ഭഗവാന് എവിടെ നിന്ന് ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിൽ വരാനും നമ്മെ രക്ഷിക്കാനും കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ച ആത്മനഃ. സർവഭൂതങ്ങളിലും തൻ്റെ വ്യാപ്തിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എല്ലായിടത്തുമുണ്ട്, എവിടെയും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭഗവാൻ ആ തൂണിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ആ ഭഗവാന്റെ ശക്തിയിൽ, അപരിമിതമായിട്ടുള്ള ആ ഭഗവാന്റെ ശക്തിയിൽ നമുക്ക് ദൃഢമായിട്ടുള്ള ഉറപ്പുള്ള വിശ്വാസം വേണം. ജ്ഞാനത്തിൽ ഉറച്ച വിശ്വാസം, അന്ധവിശ്വാസമല്ലാതെ നല്ല ജ്ഞാനത്തിൽ ഉറച്ചതായിട്ടുള്ള വിശ്വാസം. അന്ധവിശ്വാസമാണ് ഇളകിക്കൊണ്ടിരിക്കുക, അത് വിശ്വാസമല്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു കേട്ട് എന്തോ ഒരു സങ്കല്പം മാത്രമാണ്, അതിനാണ് അന്ധവിശ്വാസം. അന്ധവിശ്വാസം ഇളകും. അറിവ് കൊണ്ടുള്ള വിശ്വാസമാണ് ഉറയ്ക്കുക. നമുക്ക് നമ്മുടെ അമ്മയെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല, അമ്മ എൻ്റെ രക്ഷകരായിരിക്കും എന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ അമ്മയെ കുട്ടികൾക്ക് പേടിയുണ്ടാവൂ? ആ അമ്മ എന്തു തന്നെ ചെയ്യാൻ വന്നാലും പേടിപ്പിച്ചാലും കണ്ണുരുട്ടിയാലും കുട്ടികൾ ചിരിക്കും. കൊച്ചുകുട്ടികൾക്ക് അമ്മമാര് കണ്ണുരുട്ടിയാലൊന്നും വേണ്ട, പേടിയൊന്നും ആവില്ല. കാരണം അമ്മയെ അറിയാം. അതുപോലെ ആയിരിക്കണം ഈശ്വരനോടുള്ള നമ്മുടെ അറിവും വിശ്വാസവും. അങ്ങനെ ഈശ്വരനെ മാത്രമേ വാസ്തവത്തിൽ ആശ്രയിക്കാൻ യോഗ്യമായിട്ടുള്ളൂ, ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ആരെ ആശ്രയിച്ചിട്ട് നിങ്ങളുടെ പേടി മാറാനൊന്നും പോകുന്നില്ല. ഇവിടെ അഭയം ചോദിക്കുകയാണ്. എൻ്റെ ഭയം മാറിയിട്ടില്ല, അങ്ങ് എനിക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങ് സന്യാസിയാണ്. സന്യാസിയുടെ ധർമ്മം തന്നെ അല്ലെ, സന്യസിച്ചു പോയാൽ സന്യാസിയുടെ ധർമ്മം എന്താണ്? അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. സർവഭൂതങ്ങൾക്കും അഭയം കൊടുക്കുന്നതാണ് എൻ്റെ വ്രതം എന്നാണ് ഒരു സന്യാസിയുടെ വ്രതം. തൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഭയപ്പെടുത്താതിരിക്കലും ആശ്വസിപ്പിക്കലും. അതെങ്ങനെയാണ് ശരിക്കും ഒരു സന്യാസി മറ്റൊരാൾക്ക് അഭയം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ജ്ഞാനദാനത്തിലൂടെയാണ്. ബാക്കി എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ദാനമാണ് ജ്ഞാനദാനം. ആ ജ്ഞാനദാനത്തിലൂടെയാണ് അഭയം കൊടുക്കുന്നത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അഭയമായി. രാത്രിയിൽ ഭയപ്പെട്ട് വരുന്നവന് താമസിക്കാൻ, വിശ്രമിക്കാൻ ഒരു കുടിൽ, ഒരു അഭയം സ്ഥാനം കൊടുത്താൽ അത് അഭയമായി. അവർക്ക് അതേ തൽക്കാലം അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ശാശ്വതമായിട്ടുള്ള അഭയം എന്ന് പറയുന്നത് ജ്ഞാനത്തിലുള്ള അഭയമാണ്. ആ ജ്ഞാനമാകുന്ന അഭയമാണ് ഒരു സന്യാസി, ഒരു അറിവുള്ള ഒരാൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ആ അറിവ് കിട്ടിയാൽ, ആ ജ്ഞാനം വേണ്ടതുപോലെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷപ്പെട്ടു. അവന് പിന്നെ ഭയമുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം ജ്ഞാനദാനത്തിലൂടെയാണ് ഏറ്റവും വലിയ അഭയം കൊടുക്കാൻ, നമുക്ക് ശാശ്വതമായ അഭയം കൊടുക്കാൻ കഴിയുക. തത്വമസി, നീ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ്. നിന്നിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്, നിന്നെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. ഇതെല്ലാം നിന്നിലേക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് നിനക്ക് യാതൊരു ഹാനിയും ഉണ്ടാകുന്നില്ല. നീ നശിക്കുന്നില്ല, നീ നിത്യനാണ്, നീ ശാശ്വതനാണ്. നീ എന്തിനു ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? നിന്നിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഭയപ്പെടാൻ എന്താണ് ഉള്ളത് എന്നുള്ള അറിവ് കൊടുത്തുകൊണ്ട്
തൻ്റെ മുമ്പിൽ വരുന്ന ഒരു ശിഷ്യനെ, അഭയാർത്ഥിയെ ധന്യനാക്കണം. അതാണ് യഥാർത്ഥ അഭയം. തൻ്റെ മുമ്പിൽ ശരണം പ്രാപിച്ചു വരണം. സംസാര ദാവാഗ്നി തപ്തനായിക്കൊണ്ട് സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ദൗ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വാദി കാരുണ്യ സുധാഭിവൃഷ്ട്യാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ കടാക്ഷം കൊണ്ട്, അങ്ങയുടെ കാരുണ്യ ദൃഷ്ടി കൊണ്ട് എന്നെ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിച്ചാലും എന്ന് പറഞ്ഞ് ഭയചകിതനായി വരുന്ന ആ ശിഷ്യനെ ആ ഗുരു അഭയം കൊടുത്ത് ഉയർത്തണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. തന്നെ ശരണം പ്രാപിക്കുന്ന ആ ശിഷ്യന് നല്ല അഭയ വാചകങ്ങൾ പറഞ്ഞുകൊടുത്ത് അവനെ ആശ്വസിപ്പിച്ച് മാ ഭൈഷ്ടവിദ്വൻ തവ നാസ്ത്യപായഃ സംസാര സിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതായ തയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. മാ ഭൈഷ്ടവിദ്വൻ തവ നാസ്ത്യപായഃ. ഹേ വിദ്വൻ, ഹേ മിടുക്ക, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തവ നാസ്തി അപായഃ. മാ ഭൈഷ്ട, നീ ഭയപ്പെടണ്ട, നിനക്ക് അപായമില്ല. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായഃ. സംസാര സിന്ധുവിനെ തരണം ചെയ്യാൻ ഉപായമുണ്ട്. പേടിക്കണ്ട, നീ മുങ്ങിപ്പോവൊന്നുമില്ല. ഏനൈവ യാതാ യതയോസ്യ പാരം. ഏത് മാർഗത്തിലൂടെയാണോ പൂർവീകരായ യതികൾ ഈ സംസാര സാഗരത്തിന്റെ മറുകര കടന്നത്, തമേവ മാർഗം തവ നിർദ്ദിശാമി. അതേ മാർഗം നിനക്ക് ഞാൻ പറഞ്ഞു തരാം, കാണിച്ചു തരാം. ധൈര്യമായിരിക്കൂ, ഞാൻ നിന്നെ കൈപിടിച്ച് ആ മാർഗത്തിലൂടെ നടത്തി ഈ സംസാര സാഗരത്തിന്റെ മറുകര കടത്തിത്തരാം എന്ന് അഭയം കൊടുക്കേണ്ടതാണ് ഒരു ഗുരുവിന്റെ ധർമ്മം, ഒരു സന്യാസിയുടെ ധർമ്മം. അതാണ് അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. ഒരു സന്യാസിയുടെ വ്രതമാണിത്, ഒരു ക്ഷത്രിയന്റെയും വ്രതമാണിത്. ശ്രീരാമചന്ദ്രപ്രഭു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വ്രതമാണിത്. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. അത് ക്ഷത്രിയന് അഭയം കൊടുക്കാൻ പറ്റുന്നത് ഭൗതികമായിട്ടുള്ള അഭയമാണ്. ഏത് ഭയത്തിൽ നിന്നും രക്ഷ കൊടുത്തുകൊണ്ട്, ഫിസിക്കലി സുഗ്രീവന് ബാലിയിൽ നിന്ന് അഭയം കൊടുത്തു. അതുപോലെ തന്നെ ആശ്രയിച്ച വിഭീഷണന് അഭയം കൊടുത്തു. രാവണൻ ആശ്രയിച്ചിരുന്നെങ്കിൽ അഭയം കൊടുക്കുമായിരുന്നു, ബാലി ആശ്രയിച്ചിരുന്നെങ്കിൽ അഭയം കൊടുക്കുമായിരുന്നു. പക്ഷെ ആശ്രയിക്കാൻ അവസരം കൊടുത്തില്ല. ബാലിക്ക് അവസരം കൊടുത്തില്ല, രാവണൻ അവസരം കൊടുത്തു. അത് വ്രതമാണ്, ശ്രീരാമസ്വാമിയുടെ വ്രതമാണ്, ക്ഷത്രിയന്റെ വ്രതമാണ് തന്നെ ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ സന്യാസിയുടെ വ്രതമാണ് അഭയം കൊടുക്കുക എന്നുള്ളത്. സന്യാസി അഭയം കൊടുക്കുന്നത് ജ്ഞാനദാനത്തിലൂടെയാണ് പ്രധാനമായിട്ടും. മറ്റു തരത്തിലൊക്കെ അഭയം കൊടുക്കാം. നല്ല വാക്കുകൾ കൊണ്ട്, തൻ്റെ കയ്യിലുള്ള ധനം അവന് പങ്കിട്ട് കൊടുത്തുകൊണ്ട്, താൻ കഴിക്കുന്ന ഭക്ഷണം അവന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട്, താൻ കിടക്കാനുള്ള സ്ഥലം മറ്റൊരാൾ വന്ന് അഭയം ചോദിച്ചാൽ നീ കിടന്നോളൂ, എനിക്ക് എവിടെ കിടന്നാലും ഉറങ്ങാമെന്ന് പറഞ്ഞ് കൊടുക്കാം. താൻ ഉടുക്കുന്ന വസ്ത്രം പോലും മറ്റൊരാൾക്ക് വേണമെങ്കിൽ ദാനം ചെയ്ത് നഗ്നനായി വേണമെങ്കിൽ ഒരു സന്യാസിക്ക് പോകാം. അപ്പം അങ്ങനെയൊക്കെ അഭയം കൊടുക്കാം. ആ ഒരു മനസ്സാണ് ഒരു സന്യാസിക്ക് വേണ്ടത്. അതാണ് പ്രതിജ്ഞ. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. അപ്പം ഇവിടെ സന്യസിച്ച് പോകാൻ പോകുന്ന, പരിവ്രാജകനായി പോകാൻ പോകുന്ന കർദമ പ്രജാപതിയോട് ദേവി പറയുന്നത്, അങ്ങ് സന്യസിക്കുകയാണെങ്കിൽ അങ്ങ് സർവഭൂതങ്ങൾക്കും അഭയം കൊടുക്കണ്ടേ? ആദ്യം എനിക്ക് അഭയം തന്നിട്ട് പോകൂ. അഭയം ദാതുമർഹസി സർവം തദ്ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അദാഭിമേ പ്രപന്നായ അഭയം ദാതുമർഹസി. അപ്പോ ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിലായാൽ പോലും
നമ്മുടെ സ്വന്തമായാൽ പോലും നമ്മുടെ ഭയം മാറാൻ പോകുന്നില്ല. എപ്പോൾ മാത്രമാണ് നമ്മൾ ഭയം മാറാൻ പോകുന്നത്? എല്ലാം ഞാൻ തന്നെയാണെന്നുള്ള ആ സത്യം അറിയുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ നമ്മുടെ ഭയം നീങ്ങുകയുള്ളൂ. ജ്ഞാനേ നൈവതു കൈവല്യം, ജ്ഞാനേ നൈവതു കൈവല്യം. ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള കൈവല്യം, യഥാർത്ഥമായിട്ടുള്ള അഭയം. കൈവല്യം എന്ന് പറഞ്ഞാൽ കേവലമായ ഭാവമാണ്, അദ്വിതീയമായിട്ടുള്ള ഭാവമാണ്. രണ്ടില്ല എന്ന അറിവാണ്. രണ്ടുള്ളിടത്ത് ഭയമുണ്ട്. ദ്വിതീയാദ്വൈ ഭയം ഭവതി. രണ്ടുണ്ടോ ഭയം ഉറപ്പാണ്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ. രണ്ടുണ്ടോ ഭയമുണ്ട് എന്ന് വേദം ഉറപ്പിച്ചു പറയുന്നു. ദ്വിതീയാദ്വൈ ഭയം ഭവതി. അപ്പൊ രണ്ടില്ല എന്നുള്ള ഉറപ്പാണ് നമുക്കുണ്ടാവേണ്ടത്. അദ്വൈത ജ്ഞാനം, അതാണ് കൈവല്യം. അല്ലാതെ ലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലായതുകൊണ്ട് ഭയം ഇല്ലാതാവുന്നില്ല. അപ്പോൾ ഇവിടെ ദേവി 9 കന്യകമാര് പുത്രികളായിട്ടുണ്ടായിട്ടും ഇത്രയും കാലം ഇത്രയും കേമനായിട്ടുള്ള ഒരാളുടെ ഭാര്യയായിരുന്നിട്ടും തൻ്റെ ഭയം നീങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായി പറയുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് സത്യസന്ധമായിട്ട് നോക്കുക, നമ്മുടെയൊക്കെ ഭയം മാറിയോ എന്ന്. സർവം തൽ ഭഗവാൻ മഹ്യം ഉപോവാഹ പ്രതിശ്രുതം അഥാഭിമേ പ്രപന്നായാഹ അഭയം ദാതുമർഹസി. ബ്രഹ്മൻ ദുഹിതൃഭിസ്തുഭ്യം വിമൃഗ്യാ പതയഃ സമാഹ കശ്ചിത് സ്യാന്മേ വിശോകായ ത്വയി പ്രവ്രജിതേ വനം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹാത്മാവേ കർദമ പ്രജാപതേ, തുഭ്യം ദുഹിതൃഭിഹി സമാഹ പതയഃ മൃഗ്യാഹ. ഇവിടെ തുഭ്യം എന്ന് പറഞ്ഞാൽ അങ്ങയാൽ എന്നുള്ള തൃതീയാർത്ഥത്തിൽ ചതുർത്ഥി പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങയ്ക്കായിക്കൊണ്ട് എന്ന് വെച്ചാൽ അങ്ങയ്ക്ക് സമാധാനമായിട്ട് ഇവിടുന്ന് പോകണമെങ്കിൽ അങ്ങ് എന്ത് ചെയ്യണം? അങ്ങയുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് അങ്ങ് ഭർത്താക്കന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ദുഹിതൃഭിഹി സമാഹ പതയഃ മൃഗ്യാഹ. ദുഹിതൃഭിഹി സമാഹ പതയഃ. അങ്ങയുടെ ദുഹിതാക്കളോട് സമന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ, അങ്ങയുടെ പെൺമക്കൾക്ക് തുല്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ, അവരുടെ യോഗ്യതയും എല്ലാം അനുസരിച്ച് അനുകൂലന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ അങ്ങ് മൃഗ്യാഹ. മൃഗ്യാഹ എന്ന് പറഞ്ഞാൽ മാർഗണം ചെയ്യണം, തെരയണം, അങ്ങ് തെരഞ്ഞന്വേഷിക്കണം, അന്വേഷിക്കപ്പെടാൻ യോഗ്യമാകുന്നു. ത്വയി വനം പ്രവ്രജിതേ മേ വിശോകായ കശ്ചിത് സ്യാത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഒന്നാമത് ചെയ്യേണ്ടത് അങ്ങ് ഈ പെൺകുട്ടികൾക്ക് യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ തെരഞ്ഞു കണ്ടുപിടിക്കണം, വേണ്ട അലയൻസ് ഉണ്ടാക്കി കൊണ്ടുവരണം, അവരുടെ വിവാഹം നടത്തണം. അതുപോലെ ത്വയി വനം പ്രവ്രജിതേ സതി. അങ്ങ് വനത്തിലേക്ക് പ്രവ്രാജനം ചെയ്തു പോയാൽ, അങ്ങെല്ലാം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു വരില്ലല്ലോ. അപ്പോൾ മേ വിശോകായ, മേ വിശോകായ, എന്റെ വിശോകത്തിനായിക്കൊണ്ട്, എനിക്ക് ശോകമില്ലാതിരിക്കാൻ, എന്റെ ശോകം വിഗതമാകുവാനായിക്കൊണ്ട്, ദുഃഖ നിവൃത്തിക്കായിക്കൊണ്ട്, കശ്ചിത് സ്യാത്. കശ്ചിത്, സംബഡി ഷുഡ് ബി ദർ. എനിക്ക് ആശ്രയത്തിനായിക്കൊണ്ട് ആരെങ്കിലും ഉണ്ടാവണം. കശ്ചിത് സ്യാത്, ഏതെങ്കിലും ഒരുവൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? ഒരു പുത്രൻ ഉണ്ടാകണം, എനിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ സ്ഥൂലാർത്ഥം. അപ്പോൾ അങ്ങ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുകയും അങ്ങ് വനത്തിലേക്ക് പ്രവ്രാജകനായി പോകുമ്പോൾ എനിക്ക് അഭയം നൽകാൻ, എനിക്ക് ആശ്രയിക്കാൻ യോഗ്യനായിട്ടുള്ള ആൺകുട്ടിയെ തന്നിട്ട് വേണം അങ്ങ് പോകാൻ. അല്ലാതെ എന്നെ അനാഥയായിട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത് എന്നുള്ള അപേക്ഷയാണ്. വാസ്തവത്തിൽ ഇവിടെ ഒരു ശിഷ്യ ഗുരുവിൻ്റെ അടുത്ത് സമീപിച്ചുകൊണ്ട് എനിക്ക് അഭയം നൽകണം എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് ജ്ഞാനം നൽകി അഭയം നൽകണം എന്ന് തന്നെയാണ് അർത്ഥം. ആ ജ്ഞാനം തന്നെയാണ് ഇവിടെ കപില രൂപത്തിൽ അവതരിക്കുന്നത്. ജ്ഞാനം തന്നെ കപിലനായി അവതരിച്ച് ദേവിക്ക് അഭയം കൊടുക്കുകയാണ്.
ജ്ഞാനമൂർത്തിയായ ഭഗവാൻ ജ്ഞാനമായിട്ട് ദേവിയെ അഭയം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ടുള്ള കഥയാണ്. ഇനി താൻ ഇത്രയും കാലം ഇത്രയും നല്ലൊരു യോഗ്യനായിട്ടുള്ള ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ആ അറിവിനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയില്ല. അദ്ദേഹത്തിൽ നിന്ന് നേടേണ്ടത് എന്തായിരുന്നു? ആത്മവിദ്യയായിരുന്നു, ബ്രഹ്മവിദ്യയായിരുന്നു, ആ അഭയത്തിനുള്ള ജ്ഞാനമായിരുന്നു. പക്ഷെ അത് ഇത്രയും കാലം നേടിയില്ല. അങ്ങയിൽ നിന്ന് ഞാൻ സുഖഭോഗങ്ങളാണ് ആഗ്രഹിച്ചത്. ആ ഭോഗങ്ങളൊക്കെ അങ്ങ് അത്രയും 100 വർഷം അനുഭവിച്ചു തന്നു. എൻ്റെ മനസ്സ് നിസ്സാര വസ്തുക്കളിൽ കുടുങ്ങിപ്പോയി. ആ ഏറ്റവും മഹത്തരമായിട്ടുള്ള ജ്ഞാനത്തിനു വേണ്ടി എനിക്ക് ദാഹം ഉണ്ടായില്ല. ഇത്രയും കാലം അങ്ങയുടെ കൂടെ ജീവിച്ചിട്ടും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങയെ വേണ്ട രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്തിയില്ല. ആ ഒരു പശ്ചാത്താപം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏതാവതാലം കാലേന വ്യതിക്രാന്തേന മേ പ്രഭോ ഇന്ദ്രിയാർത്ഥ പ്രസംഗേന പരിത്യക്ത പരാത്മനഃ. ഹേ പ്രഭോ, അല്ലയോ എല്ലാറ്റിനും സമർത്ഥനായിട്ടുള്ളവനെ, ഇന്ദ്രിയാർത്ഥ പ്രസംഗേന പരിത്യക്ത പരാത്മനഃ മേ വ്യതിക്രാന്തേന ഏതാവതാ കാലേന അലം. അലം അലം മതി മതി മതിയായി. എന്ത്? ഇന്ദ്രിയാർത്ഥ പ്രസംഗേന, ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള പ്രസംഗം, സംഘം, പ്രകർഷേണയുള്ള സംഘം. അപ്പൊ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഷയങ്ങളുടെ പുറകെ ഞാനെങ്ങനെ അതുമായിട്ട് സംഘം ചെയ്തുകൊണ്ട് ആഗ്രഹത്തോടുകൂടെ പരിത്യക്ത പരാത്മനഃ, പരമാത്മാവിനെ ഞാൻ പരിത്യജിച്ചു. ഏറ്റവും വിലപ്പിടിച്ചതിനെ, അമൂല്യമായതിനെ ഞാൻ കളഞ്ഞു. ഞാൻ ഈ ലോകത്തിൽ വന്നിട്ട് അതിൽ നിന്ന് എടുക്കേണ്ട ധാന്യത്തെ വിട്ട് തവിടിനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. തവിടും ഉമിയും തിന്ന് ഉള്ളിലുള്ള അരിയെ കളയും പോലെ ഈ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ പ്രയോജനം പരമാത്മപ്രാപ്തിയാണ്, ഈശ്വരപ്രാപ്തിയാണ്. അത് മറന്നുകൊണ്ട് നിസാര വസ്തുക്കളിൽ ഭ്രമിച്ചുകൊണ്ട് എൻ്റെ കാലം കഴിച്ചു. അതാണ് ഇന്ദ്രിയാർത്ഥ പ്രസംഗേന പരിത്യക്ത പരാത്മനഃ മേ വ്യതിക്രാന്തേന ഏതാവതാ കാലേന. എൻ്റെ കാലം വ്യതിക്രാന്തമായി, വിശേഷേണ അതിക്രാന്തം, അതിക്രമിച്ചു പോയി. ഇത്രയും വർഷങ്ങൾ, ഏതാവതാ കാലേന, ഇത്രയും കാലം വെറുതെ പാഴായിപ്പോയി. ഇനി മതി മതി മതി, അലം അലം. കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ സുഖഭോഗങ്ങളൊന്നും നമ്മുടെ ഭയത്തെ നീക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം ഞാൻ 100 വർഷം അങ്ങയുടെ കൂടെ സുഖിച്ചു. അതിനു മുമ്പ് ഒരു 50 വർഷം അങ്ങയെ സേവിച്ചു. ഏതാനും 150 വർഷത്തോളമായി ഇപ്പോൾ ദേവഹൂതി ദേവി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു, വിവാഹം കഴിഞ്ഞിട്ട്. ഇത്രയും കാലം ജീവിച്ചിട്ടും, എന്തെല്ലാം നേടിക്കഴിഞ്ഞിട്ടും, ഏതെല്ലാം ലോകത്ത് പോയിട്ടും, ഏതെല്ലാം ഭോഗങ്ങൾ, ദേവദുർലഭമായിട്ടുള്ള ഭോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ടും എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഭയം പോയിട്ടില്ല. അപ്പോ ഈ നേടിയതൊന്നും തന്നെ വർത്തിയല്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യം വന്നു. ഇതാണ് ശരിക്കും നമുക്കൊക്കെ ഉണ്ടാവേണ്ട വൈരാഗ്യം. ഇഹാമുത്ര ഫലഭോഗ വിരാഗഃ. ഈ ലോകത്തിലും പരലോകത്തിലും ഏതൊക്കെ വിഷയങ്ങൾ അനുഭവിക്കാനുണ്ടോ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വാസ്തവത്തിൽ ശാശ്വതമായിട്ടുള്ള ശാന്തിയോ സമാധാനമോ കിട്ടാൻ പോകുന്നില്ല. ദേവി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു, നമുക്ക് കാണിച്ചു തന്നു. ദേവി ഭൂമിയിലെയും സ്വർഗത്തിലെയും മറ്റേതൊക്കെ ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളിലൊക്കെയുള്ള അമൂല്യങ്ങളായിട്ടുള്ള ആ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് കാണിച്ചു തന്നു. ഇതൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ ഒന്നും നേടിയില്ല, ഇപ്പോഴും ഞാൻ ഭയചകിതയായിരിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ആ ദേവിക്ക് വൈരാഗ്യമുണ്ടായതിനെ കാണിക്കാനോട് അലംഭാവമുണ്ടായി. ഈ അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? മതിയാവുക. മതി എന്ന ഭാവമാണ്. എല്ലാം മതിയായി. അപ്പൊ ഈ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം എനിക്ക് മതിയായി. ഇനി എനിക്കിതൊന്നും വേണ്ട. ഇനി വേണ്ടത് എനിക്ക്
അഭയം നൽകുന്ന ജ്ഞാനമാണ്. അങ്ങേപോലൊരു മഹാത്മാവിന് ഇത്രയും കാലം കിട്ടിയിട്ട് ആ ജ്ഞാനം നേടാൻ ഞാൻ ഉപയോഗിച്ചില്ല, ഇത്രയും കാലം വെറുതെ പാഴാക്കിക്കളഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ എൻ്റെ യൗവനകാലം ഞാൻ പാഴാക്കിക്കളഞ്ഞു. ശങ്കരാചാര്യര് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയുന്നില്ലേ, ഓരോ കാലത്തും ഞാൻ പാഴാക്കിക്കളഞ്ഞു. ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഭഗവാനെ ഭജിക്കാതെ എൻ്റെ കാലം കടന്നുപോയി. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിശദറൈ പഞ്ചഭിർ മർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേക സുതധനയുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാതിരൂഢം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീ മഹാദേവ ശംഭോ. ശങ്കരാചാര്യര് അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ഭഗവാനോട് ക്ഷമാപണം ചെയ്യാണ്. പ്രൗഢോഹം യൗവനസ്ഥോ, ഞാൻ യൗവനത്തിലിരുന്നപ്പോൾ വളരെ പ്രൗഢനായിരുന്നു, വളർന്നു വന്ന് അഭിമാനിയായിരുന്നു, ഗംഭീരനായിരുന്നു, നല്ല രക്തത്തിളപ്പുണ്ടായിരുന്നു, എല്ല് ബലമുണ്ടായിരുന്നു, ഇന്ദ്രിയങ്ങളൊക്കെ നല്ല സൗഷ്ഠവമുള്ളവയായിരുന്നു, ശക്തിയുള്ളവയായിരുന്നു. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിശദരൈ പഞ്ചഭിർ മർമ്മസന്ധൗ ദഷ്ടോ, വിഷയങ്ങളാകുന്ന വിഷം ധരിച്ചിരിക്കുന്ന 5 പാമ്പുകളെ പോലെയുള്ള 5 ഇന്ദ്രിയങ്ങൾ എന്നെ മർമ്മത്തിലൊക്കെ കടിച്ചു. അങ്ങനെ നഷ്ടോ വിവേക, പാമ്പ് കടിച്ചാൽ ബോധം കെട്ട് വീഴുന്നത് പോലെ ഞാൻ ഇന്ദ്രിയ വിഷയങ്ങൾ എന്നെ കടിച്ച്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാകുന്ന പാമ്പുകൾ എന്നെ കടിച്ചത് കൊണ്ട് ഞാൻ മോഹം പ്രാപിച്ചവനായി, മൂഢനായി. നഷ്ടോ വിവേക സുതധന യുവതി സ്വാദ സൗഖ്യേ നിഷണ്ണഃ, സുതം ധനം യുവതി മുതലായവയെ ആസ്വദിക്കുന്ന സുഖങ്ങളിൽ ഞാൻ മുഴുകിക്കഴിഞ്ഞു. ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാതിരൂഢം, ആ ശിവനെ സംബന്ധിച്ച മംഗള ചിന്തകളൊന്നുമില്ലാതെ, ഭഗവാനെ ചിന്തിക്കാതെ, മാനഗർവാതിരൂഢം, മാനവ ഗർവവും വളർന്നവനായിട്ട്, അഹങ്കാരിയായിട്ട് ഞാനിങ്ങനെ ഭ്രമിച്ചു നടന്നു, മതയാനയെ പോലെ. ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാതിരൂഢം ക്ഷന്തവ്യോ മേ പരാദഃ ശിവ 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 ഭോഃ ശ്രീ മഹാദേവ ശംഭോ. ഇതുപോലെ ദേവിയും പറയണം. ഇപ്പൊ നമുക്കും വേണ്ടത് ഈ ഒരു ചിന്തയാണ്, ഈ ഒരു വൈരാഗ്യമാണ്. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. ആർക്കും വേണ്ടാത്ത വിഷയമാണ് പരബ്രഹ്മം. അതൊക്കെ പിന്നേക്ക് വെക്കാൻ നമുക്ക് വയസ്സുകാലത്ത് നോക്കാം, അല്ലേ? നമ്മുടെ ആൾക്കാർ പറയുന്നതേ അതാണ് മൂഢത്തരം. ചെറുപ്പക്കാരെങ്കിലും കുറച്ച് ആധ്യാത്മിക പരിപാടികളിൽ പങ്കെടുത്താൽ, 4 ദിവസം അടുപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് പോയാൽ തന്നെ, ക്ഷേത്രത്തിൽ പോയിട്ട് ആധ്യാത്മികമൊന്നും ഉണ്ടാവാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല, എന്നാലും 4 ദിവസം അടുപ്പിച്ച് ക്ഷേത്രത്തിൽ പോയാലോ, ഒരു ഭാഗവത സപ്താഹം കേൾക്കാൻ പോയാലോ, ഉടനെ ചോദിക്കുക ആൾക്കാർ, നിനക്കിപ്പോൾ എന്ത് പറ്റി? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? ഇതൊക്കെ വയസ്സായിട്ട് പോരെ എന്നൊക്കെ ചോദിക്കും. ആര്? ഇത്രയും കാലം മൂഢന്മാരായിട്ട് ഇങ്ങനെ തന്നെ ജീവിച്ച ആളുകൾ. എന്താ നീയും ഞങ്ങളെപ്പോലെ ആവാത്തത്, മൂഢനാവാത്തത് എന്നാണ് അവരുടെ അസൂയ കൊണ്ട് ചോദിക്കുന്നത് ആ കള്ളന്മാര്. അവരുടെ അസൂയയാണ് ഈ ചോദ്യത്തിന്റെ കാരണം. അവർക്ക് സാധിക്കാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പരിഹസിക്കും. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും, ആ പരിഹാസത്തിലൊന്നും വീഴരുത്. അവരെന്ത് വിചാരിക്കരുത്. മൂഢജനങ്ങളെ തിരിച്ച് നമുക്ക് സിമ്പതൈസ് ചെയ്യാം. പാവങ്ങൾ, യോഗമില്ലാത്തവർ, ഭാഗ്യമില്ലാത്തവർ, പറഞ്ഞു നോക്കാം അവരോട് നമുക്ക് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു നോക്കാം. നേരെയാവണമെങ്കിൽ നേരെയാവട്ടെ. അപ്പൊ ഇങ്ങനെ ഇന്ദ്രിയാർത്ഥേഷു ഏതാവകാലം കാലേന
വ്യതിക്രാന്തേന മേ പ്രഭോ ഇന്ദ്രിയാർത്ഥ പ്രസംഗേന പരിത്യക്ത പരാത്മനഃ ഇന്ദ്രിയാർത്ഥേഷു മജ്ജന്ത്യ പ്രസംഗസ്ത്വയി മേ കൃതഃ അജാനന്ത്യ പരം ഭാവം തഥാപി അസ്തു അഭയായ മേ. ഇന്ദ്രിയാർത്ഥേഷു മജ്ജദ്യാഹ, ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിക്കഴിയുന്നവളും മുങ്ങിക്കഴിയുന്നവളും പരംഭാവം അജാനന്ത്യ, അങ്ങയുടെ പരമമായ ഭാവത്തെ അങ്ങ് ആരാണെന്ന് അജാനന്ത്യ അറിയാത്തവളുമായിട്ടുള്ള എന്നാൽ ഞാൻ അങ്ങയെ ശരിക്കും മനസ്സിലാക്കിയില്ല. അങ്ങയെ വെറുമൊരു സുഖഭോഗങ്ങൾക്കുള്ള ഒരു കാരണം മാത്രമായി ഞാൻ കണ്ടു. എന്നെ സുഖിപ്പിക്കുവാനുള്ള എൻ്റെ ഭർത്താവായി മാത്രം ഞാൻ കണ്ടു. അങ്ങയിലെ ഗുരുനാഥനെ ഞാൻ കണ്ടില്ല. അങ്ങയിലെ സർവജ്ഞനായ ഗുരുനാഥനെ ഞാൻ മനസ്സിലാക്കിയില്ല. എന്നെ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റാൻ യോഗ്യനായിട്ടുള്ള സർവജ്ഞനായ ഗുരുവാണങ്ങ്, അത് ഞാൻ മറന്നു. അപ്പോൾ തവ ഭാവം അജാനന്ത്യ, അങ്ങയുടെ പരംഭാവം അറിയാതിരുന്നവളായിട്ടുള്ള മേ എന്നാൽ ത്വയി പ്രസംഗ കൃത, അങ്ങയോട് വാസ്തവത്തിൽ സംഘം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും 150 വർഷമായി അങ്ങയുടെ കൂടെയാ കഴിയുന്നത്. ത്വയി പ്രസംഗ കൃത തദാപി മേ അഭയായ അസ്തു. എങ്ങനെയൊക്കെ ആയിട്ടും എനിക്കിപ്പോഴും ഭയമുണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് അഭയത്തിനായിട്ട് ഭവിക്കട്ടെ. ഇത്രയും കാലം ഞാൻ അങ്ങയുമായിട്ട് ചെയ്ത സംഘം ഇനിയെങ്കിലും എനിക്ക് അഭയം നൽകുന്നതായി ഭവിക്കട്ടെ. അങ്ങ് എനിക്ക് അഭയം നൽകിയിട്ട് വേണം പോകാനെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമാണ്. ഇത്രയും കാലം അങ്ങയെ കിട്ടിയിട്ട് ഞാൻ പാഴാക്കി കളയാൻ പാടില്ല. എനിക്ക് അഭയം നൽകണം. സംഗോയ സംസൃതേർഹേതു അസത്സു വിഹിതോ അദിയ സയേവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പതേ. ഇപ്പോഴാണ് മനസ്സിലായത്. സംഗോ യഹ സംസൃതേർ ഹേതു അസസ്സു വിഹിതോ അദിയ. അധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ, ധീ ഇല്ലാത്തവൻ അധി. ബുദ്ധിയുള്ളവൻ സുധി, സുഷ്ടുധീയുള്ളവൻ സുധി, ബുദ്ധിയില്ലാത്തവൻ അധി. ന വിദ്യതേ ധീ യസ്യ സഹ അധി. ആർക്ക് ബുദ്ധിയില്ലയോ അവൻ അധി. അപ്പൊ അധിയ എന്ന് പറഞ്ഞു. അധിയ എന്ന് പറഞ്ഞാല് ബുദ്ധിയില്ലാത്തവനാൽ അസത്സു യഹ സംഘഃ വിഹിതഃ, അസത്തുക്കളായ ജനങ്ങളുടെ നേരെ ഏത് സംഘം ചെയ്യപ്പെട്ടുവോ അത് സംസൃതേഹേ ഹേതുഹു, സംസാരത്തിന് കാരണമാകുന്നു. അപ്പൊ ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സംഘം, ദുസ്സംഗം വാസ്തവത്തിൽ സംസാരത്തെ വർദ്ധിപ്പിക്കും, ദുഃഖം തരും. ബന്ധകാരണമാണ് അസത് സംഘം. ലോകത്തിലുള്ള ദുഷ്ടജനങ്ങളുമായിട്ട് നമ്മുടെ സംഘം ദുഃഖം തരും. എന്നാൽ സയേവ സാധുഷു കൃതോ, അതേ സംഘം തന്നെ സാധുജനങ്ങളോട് സജ്ജനങ്ങളോട് ചെയ്താൽ നിസ്സംഗത്വായ കൽപ്പതേ, സംഘരാഹിത്യമാകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ യോഗ്യരാക്കും. ഒരു സംഘവുമില്ലാതെ സ്വതന്ത്രരായി ഇൻഡിപെൻഡന്റായി കഴിയാൻ നമ്മളെ ശക്തരാക്കും. അപ്പൊ സത്സംഗം നമ്മളെ സ്വതന്ത്രരാക്കും, ദുസ്സംഗം നമ്മളെ ബന്ധിതരാക്കും. ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സംഘം ബന്ധകാരണം, ദുഃഖകാരണം. ഏത് സംഘം നമ്മൾ ചേരുന്നുവോ ആ സംഘത്തിൽപ്പെട്ട ആളുകളുടെ അറിവാണ് നമുക്ക് കിട്ടുക. ആ സംഘത്തിൽ നിന്ന് അറിവ്. അപ്പൊ ദുഷ്ടജനങ്ങളിൽ നിന്ന് ദുഷിച്ച അറിവും സജ്ജനങ്ങളിൽ നിന്ന് നല്ല അറിവും കിട്ടും. ആ അറിവിൽ നിന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ജനിക്കുക. നമ്മുടെ അറിവിനനുസരിച്ചാണ് നമ്മുടെ ഡിസയേഴ്സ്, അതിനനുസരിച്ചാണ് നമ്മുടെ തോട്ട്സ്, ചിന്തകൾ, അതനുസരിച്ചാണ് നമ്മുടെ മനസ്സിൻ്റെ ആശാപാശങ്ങൾ, രാഗദ്വേഷങ്ങൾ, അജിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുക. അതനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മം. ആ കർമ്മം നമ്മളെ വീണ്ടും ദുഃഖങ്ങളിലേക്ക്, ദുഃഖ പരമ്പരകളിലേക്ക് തള്ളിയിടും. പാപകർമ്മങ്ങളാണെങ്കിൽ ദുഃഖവും, സൽക്കർമ്മങ്ങളാണെങ്കിൽ സുഖവും. അപ്പോൾ സത്സംഗം കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിതരാവും. അതുകൊണ്ട് നമുക്ക് സുഖവും മോക്ഷവും ലഭിക്കും. ദുസ്സംഗം കൊണ്ട് നമുക്ക് പാപകർമ്മങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ദുഃഖം വർദ്ധിക്കും, ബന്ധം വർദ്ധിക്കും. അപ്പോൾ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. 2 പാതകൾ ഉണ്ട്. ഒന്ന് സത്സംഗത്തിൻ്റെ പാത, ഒന്ന് ദുസ്സംഗത്തിൻ്റെ പാത. സത്സംഗത്തിൻ്റെ പാതയിൽ പോയാൽ നിങ്ങൾ സ്വതന്ത്രരാവും, സുഖികളാവും, മോക്ഷം പ്രാപിക്കും. ദുസ്സംഗത്തിൻ്റെ പാതയിൽ പോയാൽ നിങ്ങൾ
പാപം ചെയ്യും, ദുഃഖിതരാവും, പീഡിതരാവും, ബന്ധനസ്ഥരാവും, സംസാരികളായിത്തീരും, നരക യാതനകൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഏതാ വേണ്ട വെച്ചാൽ തെരഞ്ഞെടുത്തോളൂ എന്ന് പറയണം. സംഗോയ സംസൃതേർഹേതുഹു അസത്സു വിഹിതോ അധിയാ സയേവ സാധുഷകൃതോ നിസ്സംഗത്വായ കൽപ്പതേ നേഹയത്കർമ്മ ധർമായ ന വിരാഗായ കൽപ്പതേ ന തീർത്ഥപദസേവായൈ ജീവന്നഭിമൃതോ ഹി സഹ. ഇഹ യത് കർമ്മ ധർമായ വിരാഗായ തീർത്ഥപദസേവായൈ ന കൽപ്പതേ സഹ ജീവന്നഭിമൃതഃ ഹി. ഇഹ ഈ ലോകത്തിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് യത് കർമ്മ ഏതൊരുവന്റെ കർമ്മമാണോ ധർമായ ധർമ്മത്തിനായിക്കൊണ്ട് ഭവിക്കുന്നില്ല എങ്കിൽ ഇവിടെ ന കൽപ്പത്തെ എന്ന് പറയുന്നുണ്ട്. ധർമായ ന കൽപ്പത്തെ ധർമ്മത്തിനായിക്കൊണ്ട് ഉചിതമാകുന്നില്ലയോ എന്ന് വെച്ചാൽ ആരാണോ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അതുപോലെ വിരാഗായന കൽപ്പത്തെ വൈരാഗ്യത്തിന് യോഗ്യമാകുന്നില്ലെങ്കിൽ അവന് ആസക്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർത്ഥപദ സേവായൈ തീർത്ഥപദനായ ഭഗവാനെ സേവിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ, ഭഗവത്പാദ സേവയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ന കൽപ്പതേയതി സഹ ജീവന്നഭിമൃതഃ ഹി അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചവന് തുല്യനാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് വാസ്തവത്തിൽ എന്നും കൂടി അർത്ഥമാണ്. കാരണം ജീവിച്ചിരുന്നാൽ അവൻ കൂടുതൽ കൂടുതൽ പാപം ചെയ്ത് കൂടുതൽ ദുഃഖങ്ങൾ വരുത്തി വയ്ക്കും. മരിച്ച പണി എളുപ്പം കഴിഞ്ഞു. അപ്പോ ക്ലേശാനുഭവത്തിന് മാത്രമാണ് അവന്റെ കർമ്മങ്ങൾ ഉതകുക. അങ്ങനെയുള്ള പുരുഷൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഉത്തമം. അവൻ ജീവിച്ചിരിക്കുന്നതിൽ മരിച്ചതിന് തുല്യമാണ് താനും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആരുടെ കർമ്മം ധർമ്മത്തിനും വൈരാഗ്യം വളർത്തുന്നതിനും ഭഗവാനെ സേവിക്കുന്നതിനും ഉതകുന്നില്ലയോ അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് മൈത്രേയൻ പറയണം. നേഹയത് കർമ്മ ധർമായ ന വിരാഗായ കൽപ്പത്തെ ന തീർത്ഥപദ സേവായൈ ജീവൻ അഭിമൃതോ ഹി സഹ. സാഹം ഭഗവതോ നൂനം വഞ്ചിതാമായയാ ദൃഢം യത്വാം വിമുക്തിദം പ്രാപ്യ ന മുമുക്ഷേയ ബന്ധനാത്. സാഹം സാ അഹം അങ്ങനെയുള്ള ഞാൻ, ഈ ഞാൻ ഭഗവതഃ മായയാ ദൃഢം വഞ്ചിതാനൂനം ഭഗവാന്റെ മായ കൊണ്ട് ഏറ്റവും വഞ്ചിക്കപ്പെട്ടവളായി ഭവിച്ചിരിക്കുന്നു. യത് എന്തെന്നാൽ വിമുക്തിദം ത്വാം പ്രാപ്യ വിമുക്തിദനായ അങ്ങയെ പ്രാപിച്ചിട്ട് മോക്ഷം നൽകാൻ, അതിനുള്ള ജ്ഞാനം നൽകാൻ സമർത്ഥനായ അങ്ങയെ പ്രാപിച്ചിട്ട് ബന്ധനാത് ന മുമുക്ഷേയ ബന്ധനത്തിൽ നിന്ന് ഞാൻ മോക്ഷത്തെ പ്രാപിച്ചില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്നെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശക്തനായിട്ടുള്ള ജ്ഞാനിയായ മഹാനായ അങ്ങയെ ലഭിച്ചിട്ടും അത് ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. ഞാനിതാ ബന്ധനത്തിൽ നിന്ന് മോക്ഷം പ്രാപിച്ചില്ല. അപ്പൊ ഞാൻ ശരിക്കും മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ മായ, ദേവമായ എന്നെ വഞ്ചിച്ചിരിക്കുന്നു, എന്നെ മോഹിപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ഞാൻ ഭഗവാന്റെ മായയിൽ കുടുങ്ങിപ്പോയി എന്ന് പറയണം. സാഹം ഭഗവതോ നൂനം വഞ്ചിതാമായയാ ദൃഢം യത്വാം വിമുക്തിദം പ്രാപ്യ ന മുമുക്ഷേയ ബന്ധനാത്. അപ്പൊ സത്സംഗം കൊണ്ട് നിസ്സംഗത്വം പ്രാപിക്കുന്നതിന് പകരം ഞാൻ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിൽ ഭ്രമിച്ചുപോയി. ഈ ജന്മം ഇത്രയും കാലം പാഴാക്കിക്കളഞ്ഞു. അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. എനിക്കിപ്പോൾ എല്ലാം മതിയായി. അതുകൊണ്ട് എനിക്ക് അഭയം നൽകാനുള്ള ജ്ഞാനം നൽകി അനുഗ്രഹിക്കണം. മാത്രമല്ല ഈ പുത്രിമാരെ അങ്ങ് വിവാഹം കഴിപ്പിച്ചയക്കണം. എനിക്ക് വയസ്സുകാലത്ത് എന്നെ രക്ഷിക്കാനായിക്കൊണ്ട് ഒരു പുത്രനെയും നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് അപേക്ഷിച്ചു. ഇനി അതിനുശേഷം കർദമ പ്രജാപതി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതായിട്ടുള്ള കാര്യമാണ് തുടർന്ന്
പറയാൻ പോകുന്നത്. അടുത്ത അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ കപിലനായി അവതരിക്കുന്ന ആ ഭാഗം വരുന്നുണ്ട്. നമുക്ക് നാളെ കാണാം. ഇന്ന് ഇവിടെ നിൽക്കട്ടെ. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ത്രയോവിംശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ തുടരാം. നാളെ കപിലാവതാരം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാരായണ. ഹരി ഓം.